വിടവാങ്ങിയത് ഫെസ്റ്റൂൺ ചാനലുമായി ഏറെ അടുപ്പം സൂക്ഷിച്ചിരുന്ന ജനപ്രതിനിധി. ഫെസ്റ്റൂൺ ചാനലിലൂടെ ഉയർത്തുന്ന മലയോര മേഖലയിലെ പല പ്രശ്നങ്ങൾക്കും വളരെ വേഗത്തിൽ പരിഹാരം കാണുന്നതിന് ജനപ്രതിനിധി എന്ന നിലയിൽ വാഴൂർ സോമൻ മുന്തിയ പരിഗണനയാണ് നൽകിയിരുന്നത്. വന്യമൃഗശല്യം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം 35-ാം മൈലിൽ നടത്തിയ സമരത്തിനിടെ ഫെസ്റ്റൂൺ ചാനലുമായി അദ്ദേഹത്തിനുള്ള സൗഹൃദം തുറന്നു പറയുകയും ചെയ്തിരുന്നു. വന്യമൃഗശല്യം അത്ര കണ്ട് രൂക്ഷമാണ്. കാട്ടാന, കാട്ടുപോത്ത്, പുലി, കടുവ ഇതെല്ലാം ദൈനംദിനം ഈ തോട്ടങ്ങളിൽ വിഹരിക്കുക. ഇക്കാര്യം പറയാൻ DFOയെ വിളിച്ചു. ഒരാഴ്ച നിരന്തരം വിളിച്ചതിന് ശേഷം ഞാൻ ഫെസ്റ്റൂൺ ചാനലിനോട് ഈ ദുരവസ്ഥ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ വെച്ച് എങ്ങനെയോ അതറിഞ്ഞത് കൊണ്ടാവാം അന്ന് വൈകിട്ട് DFO എന്നെ തിരിച്ചു വിളിച്ചു. ഒരാഴ്ച MLA വിളിച്ചിട്ട് ഒരാഴ്ച നിരന്തരം വിളി നടത്തിയിട്ട് 7-ാം ദിവസമാണെന്ന് തിരിച്ചു വിളിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണെന്നുള്ളത് ഫെസ്റ്റൂൺ ന്യൂസിന്റെ പീരിമേഡ് റിപ്പോർട്ടർ മതിയഴകനുമായി വർഷങ്ങളായി അദ്ദേഹം നല്ല സൗഹൃദമാണ് കാത്തുസൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലെ പല പ്രശ്നങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ നേരിട്ട് കൊണ്ടുവരുന്നതിന് ഫെസ്റ്റൂൺ ന്യൂസിന് സാധിച്ചിരുന്നു. മലയോര മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ വന്യമൃഗ ശല്യത്തിനെതിരെയും സന്ധിയില്ലാത്ത പ്രതിഷേധമായിരുന്നു വാഴൂർ സോമൻ ഉയർത്തിയിരുന്നത്. തന്റെ അവസാന യോഗത്തിലും വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യമായിരുന്നു അദ്ദേഹം മുഖ്യമായും ഉയർത്തിയത്. അതല്ലെങ്കിൽ താലൂക്ക് ആകെ തകർന്നു. വന്ന് കാണണം, കളക്ടറൊന്ന് ഒന്ന് പരിശോധിക്കണം. ഞാൻ കഴിഞ്ഞ നമ്മുടെ കളക്ടറോട് പറഞ്ഞു, മാഡം വരാമെന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം വന്ന് ഗോനാമി തോട്ടങ്ങൾ കണ്ടു. എന്നോട് പറഞ്ഞു ரொம்ப പതറ്റിക്കാതെ എന്ന് എന്നോട് മറുപടി പറഞ്ഞു. തോട്ടം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ഇടയിലെ ജനകീയ മുഖമാണ് വാഴൂർ സോമന്റെ വിടവാങ്ങലിലൂടെ നഷ്ടമായിരിക്കുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, പീരിമേഡ്.